Jam with RJ Subbu. ഇന്ന് ക്ലബ് എഫ് സ്റ്റാർ ജാമിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ട ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹം ഒരു കലാകാരനാണ്. ഈ കലാകാരന്റെ കണ്ണുകളിലൂടെ നമ്മൾ രാജ്യസ്നേഹം തുളുമ്പുന്ന കുറെ സിനിമകൾ കണ്ടു. ആ സിനിമകൾ കണ്ട് നമ്മളുടെ ഞരമ്പുകളിലെ ചോര തിളച്ചു. നമ്മൾക്ക് നമ്മളുടെ മാതൃരാജ്യത്തിനോട് തീഷ്ണമായ പ്രണയമുണ്ടായി, സ്നേഹമുണ്ടായി. ആ സ്നേഹം സമ്മാനിച്ച കലാകാരന്റെ പേര്, സംവിധായകന്റെ പേര് മേജർ രവി. ഹായ് സർ, സ്വാഗതം ക്ലബ് എഫ് സ്റ്റാർ ജാമിലേക്ക്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരു നല്ല ഒരു സ്വാതന്ത്ര്യ ദിനം വിഷയമാണ് ആദ്യമേ തന്നെ. താങ്ക് യു സോ മച്ച്. ആൻഡ് എല്ലാ ക്ലബ് എഫ് ലിസണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേ വിഷസ്. പട്ടാളക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന കുറെ ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളെല്ലാം നമ്മൾ ഇന്ന് പൊളിച്ചെഴുതാൻ പോവാണ് സ്റ്റാർ ജാമിൽ. സാർ റെഡി? പട്ടാളക്കാർ തോക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ടോ? ഇല്ല. പട്ടാളക്കാർക്ക് എന്താണല്ല എപ്പോഴും ഒരു ട്രങ്ക് പെട്ടി മാത്രം കൊടുക്കുന്നത്? അതെന്താണെന്ന് വെച്ചാൽ റിസർവേഷൻ കിട്ടാത്ത ട്രെയിനിൽ പോകുന്ന സമയത്തും പലപ്പോഴും എവിടെയെങ്കിലൊക്കെ എടുത്തിട്ട് എറിയേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ ആ പെട്ടിയുടെ മുകളിലായിരിക്കും കിടന്നുറങ്ങേണ്ടി വരും. ക്യാമ്പുകളിൽ പട്ടാളക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റേഡിയോ ആണോ ടി വി ആണോ? റേഡിയോ. ഒരു പട്ടാളക്കാരന് എത്ര ജോഡി ഡ്രസ് ഉണ്ടായിരിക്കും? ബേസിക്കലി ഇഷ്യൂ തരുന്നത് 2 ജോഡി ഡ്രസ്സ് ആയിരിക്കും. അത് 6 മാസം കൂടുന്ന സമയത്ത് മാറ്റും. ഇപ്പൊ പട്ടാളക്കാർക്ക് എല്ലാവർക്കും നമ്മളിടുന്ന യൂണിഫോം സ്വന്തം കാശ് കൊടുത്ത് നന്നായിട്ട് തെപ്പിച്ച് സ്റ്റൈലായിട്ട് നടക്കുന്ന പട്ടാളക്കാരെ കാണാം. എന്താണ് പട്ടാളക്കാരല്ല ഇപ്പോഴും ബുള്ളറ്റ് മാത്രം യൂസ് ചെയ്യുന്നത്? പണ്ടൊക്കെ പട്ടാളത്തില് ബുള്ളറ്റ് ബൈക്കായിരുന്നു ഇഷ്യൂ ആയിരുന്നു. ഇപ്പം ഹീറോ ഹോണ്ട ഇങ്ങനെയുള്ള ബൈക്കുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നത്തെ ആ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഏത് മരണം മുകളിലും ഇവനെ ഒരു ചവിട്ടി വലിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് വൈ ബുള്ളറ്റ് വാസ് ഓൾവേസ് വി ഹാഡ്. നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ള വെഹിക്കിൾസ് ആയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ശക്തിമാൻ, 110 ഇങ്ങനെയൊക്കെയുള്ള വണ്ടികൾ. മേജർ എവിടെ എത്രമാത്രം ബുള്ളറ്റുകളുണ്ട്, ബുള്ളറ്റ് ബൈക്കുകളുണ്ട്? എനിക്ക് ബൈക്കില്ല. കാരണം ഞാൻ ആദ്യം എന്റെ അഫോർഡ് ചെയ്യാൻ പറ്റിയിരുന്ന ഒരു സമയത്ത് ഞാൻ ഓഫീസറായതിനു ശേഷമാണ് ഒരു സ്കൂട്ടർ വാങ്ങിച്ചത്. അന്ന് സ്കൂട്ടറിന് 8,000 രൂപ വിലയുള്ളൂ. ആ സ്കൂട്ടർ കഴിഞ്ഞ് പിന്നെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോയി. മേജർ രവി ഏറ്റവും സ്വാധീനിച്ച ഒരു ഫ്രീഡം ഫൈറ്റർ ആരാണ്? ഫ്രീഡം ഫൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉദ്ധം സിംഗിനെ വളരെയധികം. ഉദ്ധം സിംഗ് എന്ന് പറയുമ്പോൾ സുബു നോക്കും. പെട്ടെന്ന് ഞാൻ ജാലിയൻ വാലാബാഗിനകത്ത് ഉള്ള ഹീറോ ആണ് ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗ് ആയിരുന്നു ഈ ജനറൽ ഡയറിനെ ലണ്ടനിൽ പോയിട്ട് ജനറൽ അസംബ്ലിയിൽ വെച്ച് വെടിവെച്ചു കൊന്നു. അതാണ് ഉദ്ധം സിംഗ്. 21 വർഷത്തിന് ശേഷം 20ാമത്തെ വയസ്സിൽ ഈ ജാലിയൻ വാലാബാഗിലെ 1400 സഹോദരങ്ങളെയും സഹോദരിമാരെയും വെടിവെച്ച് കൊന്നിട്ട് ഒതുക്കുന്ന ജനറൽ ഡയറിന്റെ രൂപം മനസ്സിൽ കൊണ്ടുകൊണ്ട് അവിടെ ജനറൽ അസംബ്ലിയിൽ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നതിന് ശേഷം തോക്ക് സറണ്ടർ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഈ തോക്കിൽ ഇനിയും ബുള്ളറ്റുകളുണ്ട്. ഞാനൊരു ടെററിസ്റ്റ് ആയിരുന്നെങ്കിൽ പല ഇന്നസെന്റ് ആൾക്കാരെയും ഞാൻ കൊല്ലുമായിരുന്നു ഇതിനകത്ത്. പിന്നെ എന്തിനാണ് ഞാനിവിടെ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ രാജ്യത്തിൽ വന്നുകൊണ്ട് എന്റെ സഹോദരങ്ങളെയും സഹോദരിമാരെയും കൊന്നിട്ടുള്ള ഈ മനുഷ്യൻ, അദ്ദേഹത്തിനെ ഞാൻ അവിടെ കൊന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇന്ത്യക്കാരന്റെ ആ വീരത്വം കാണിക്കാൻ പറ്റില്ല. നീ എവിടെ പോയാലും ശരി നിന്റെ നാട്ടിൽ വന്ന് നിന്റെ വീട്ടിൽ വന്ന് നിന്റെ അസംബ്ലിയിൽ വന്ന് ഞാൻ നിന്നെ കൊല്ലും. അതാണ് ഞാനിപ്പോ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഐ കിൽഡ് ജനറൽ ഡയർ. അങ്ങനെയുള്ള ഒരു മനുഷ്യനൊക്കെയാണ് ഞാനൊരു ഇന്ന് ക്ലബ് എഫ് സ്റ്റാർ ജാമിലെ സുബുവിന്റെ വക വലിയൊരു ബിഗ് സല്യൂട്ട് ഉദ്ധം സിംഗിനെ. ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വീരപുരുഷൻ ചരിത്രത്തിലെ ആരാണ്? ഉദ്ധം സിംഗ് അല്ലാതെ നെപ്പോളിയൻ. റെഡ് ഫോർട്ടിൽ എത്ര തവണ പരേഡിൽ പങ്കെടുത്തിട്ടുണ്ട്? 2 പ്രാവശ്യം. ഇന്ത്യ കണ്ട ഏറ്റവും നട്ടലുള്ള പ്രസിഡന്റ് ആരാണ് താങ്കളുടെ കാഴ്ചപ്പാടിൽ? പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ഏറ്റവും അധികം അഡ്മയർ ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ട ശ്രീ APJ അബ്ദുൽ കലാമാണ്. ഈസ് എ ഗ്രേറ്റ് മാൻ. അബ്ദുൽ കലാം മോഹൻലാൽ ആരെ കണ്ടതാണ് ജീവിതത്തിലെ ഏറ്റവും രസകരമായ നിമിഷം? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോഹൻലാലിനെ കണ്ടതാണ്. മോഹൻലാൽ എന്നുള്ളത് ഒരാളെ നമ്മൾ മനസ്സിനകത്ത് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടൻ. അങ്ങനെ ഒരു ആരാധന മോഹൻലാലിനോടുണ്ടായിരുന്നു. എന്നിട്ട് മോഹൻലാലിനെ കണ്ട സമയത്തുള്ള എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് കണ്ടിന്യൂഡ് ഫോർ അബൌട്ട് 6 hours and then it is carrying for the last 25 years. 25 വർഷമായിട്ട് അത് കിട്ടിയിരിക്കുകയാണ്. മേജർ രവി പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ച വർഷങ്ങളുടെ എണ്ണം? 23 വർഷവും 3.5 മാസം. ഡിഫൻസ് അക്കാദമിയിൽ പഠിച്ച കൊല്ലങ്ങളുടെ എണ്ണം? ഡിഫൻസ് അക്കാദമിയിലല്ല, ആർമി കേഡറ്റ് കോളേജ് എന്ന് പറയുന്ന NDA സെയിം തന്നെയാണ്. അവിടെ ഒരു 3 വർഷം ഗ്രാജുവേഷന് വേണ്ടിയിട്ടും പിന്നെ ഒരു 1 year അക്കാദമിയിലത്തെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലും. അപ്പോൾ ടോട്ടൽ 4 years. പക്ഷെ അവിടെ എന്റെ കുരുത്തക്കേട് കാരണം ഒരു 6 മാസം റിലേക്കേഷൻ കിട്ടിയുകൊണ്ട് 4.5 കൊല്ലം ചെയ്യേണ്ടി വന്നു. ഇനി ക്ലബ് എഫ് സ്റ്റാർ ജാമൽ ട്രൂ ഓർ ഫോൾസിന്റെ ടൈം. ഞാനും നമ്മളുടെ പ്രിയപ്പെട്ട ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന മേജർ രവിയും തമ്മിൽ ഒരു ട്രൂ ഓർ ഫോൾസ് കളി. സർ റെഡി? എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. സത്യമാണ്. പക്ഷെ ഇപ്പം ഓവർ ഏജ് ചേഞ്ച്. എനിക്ക് മറ്റുള്ളവരോട് സിമ്പതി കൂടുതലുണ്ട്. ഞാൻ വളരെ പങ്ക്ച്വൽ. യെസ്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ സ്പീഡിന്റെ ആൾ. യെസ്. ഷൂമാക്കർ എന്റെ പ്രിയപ്പെട്ട സ്പോർട്സ്മാൻ. അത് ഞാൻ പറയില്ല. because I can't afford that kind of a speed. ഞാനൊരു നല്ല ആക്ടർ. false. പണം എനിക്കൊരു പ്രശ്നമല്ല. True. സിനിമ എന്നെ പണക്കാരനാക്കി. True. സൂപ്പർ സ്റ്റാർസ് ഇല്ലാതെ സിനിമ ചെയ്യാൻ എനിക്ക് ഭയം. false. പുതിയ താരങ്ങളെ വെച്ച് സിനിമ ചെയ്യാൻ ധൈര്യമുണ്ടോ? താല്പര്യമുണ്ട്. പക്ഷെ അതിന് നമ്മൾ മാത്രം വിചാരിച്ചപ്പോഴല്ലോ. ഞാൻ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ എന്റെ ആദ്യത്തെ പടം പുനർജനി. ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് സ്റ്റോറി അബൌട്ട് ചിൽഡ്രൻ ആൻഡ് ദിസ് തിങ്. തൂഫാൻ which I took. It was a love towards the children and a dog. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു അമ്മ എന്ന് പറയുന്ന അമ്മ ജീവനോടുള്ളപ്പോൾ നമുക്ക് ആർക്കും വിലയില്ല, മരിച്ചു കഴിഞ്ഞാൽ എന്താണ്. പക്ഷെ അതൊരു കൊമേഴ്ഷ്യൽ ആയിട്ടല്ല ഞാൻ ചെയ്തത്. എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തത്. ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ കൽപ്പിച്ച് നമ്മൾ സിനിമകൾ ചെയ്യുന്നുണ്ട്. കറക്റ്റ് അല്ലേ? മിലിറ്ററി കോട്ട ഞാൻ സ്ഥിരമായി
വാങ്ങും? ഞാൻ വാങ്ങാറില്ല, എനിക്ക് വേണ്ടി വല്ലവരും വാങ്ങിക്കാറുണ്ട്. ഡയറക്ടർ, സിനിമയുടെ ക്യാപ്റ്റൻ, യെസ്. 10th തോറ്റത് എന്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. അത് ഫാൾസ് ആയിട്ടും ട്രൂ ആയിട്ടും പറയാം, കാരണം 9 തോറ്റപ്പോ വഴിതിരിഞ്ഞിട്ടില്ല. മോഹൻലാലിനോട് എനിക്ക് അധമ്യമായ പ്രേമം. യെസ്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട മോഹൻലാൽ സിനിമ ചിത്രം True. 13, എന്റെ ലക്കി നമ്പർ. ട്രൂ. കാണ്ഡഹാർ ഹിറ്റാവാത്തത് സിനിമയിലെ ഏറ്റവും വലിയ ദുഃഖം. True. സത്യമാണല്ലേ? കാരണം അമിതാഭ് ബച്ചനെ പോലെ Yes, ഒരു very ബിഗ് സംശയം. ലെജൻഡിനെ കിട്ടുന്നു, ലാലേട്ടനെ പോലെ വേറൊരു ലെജൻഡിനെ കിട്ടുന്നു. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ഒരു സംവിധായകനും അടുത്ത് കിട്ടാത്ത ഭാഗ്യമായിരുന്നു അത്. നോ ഡൗട്ട്. എവിടെയാണ് മേജർ രവി എന്ന് പറയുന്ന പ്രഗത്ഭനായ ഡയറക്ടറുടെ കൈകൾ തെറ്റിയത്? കേൾക്കട്ടെ. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഥയിൽ കുറച്ചുകൂടെ സമയം എടുക്കേണ്ടതായിരുന്നു. സ്റ്റോറി ഐ ഷുഡ് ഹാവ് ബീൻ എ ലിറ്റിൽ മോർ കെയർഫുൾ ആൻഡ് ദ കാസ്റ്റിംഗ് ഇൻ ബിറ്റ്വീൻ. എവിടെയെങ്കിലും മോഹൻലാൽ, അമിതാഭ് ബച്ചൻ ഒരു ഓവർ കോൺഫിഡൻസ് താങ്കൾക്ക് തോന്നിയിരുന്നു? നെവർ. ഐ വാസ് അഫ്രൈഡ്. പ്രണവിനെ നായകനാക്കി ഞാൻ ആദ്യം സിനിമ ചെയ്യും. ഇനി മൈ വിഷ് ട്രൂ. സിനിമ അത്യാഗ്രഹം കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. True. എന്റെ ഹീറോയെ ആരും തല്ലുന്നത് എനിക്ക് ഇഷ്ടമല്ല. ട്രൂ. തെറ്റ് ചെയ്താൽ സോറി പറയണം. True. റിയൽ ലൈഫിൽ താങ്കൾ എപ്പോഴാണ്, ആരോടാണ് ഏറ്റവും കൂടുതൽ സോറി പറഞ്ഞിട്ടുള്ളത്? കേൾക്കട്ടെ. ദാറ്റ് ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ. കാരണം അതിന് ഒരു റാങ്ക് ഇല്ല, സ്റ്റാറ്റസ് ഇല്ല, ഒന്നുമില്ല. എൻ്റെ ഒരു ഡ്രൈവറിൻ്റെ അടുത്ത് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ദേഷ്യം വന്നാൽ അവൻ ചെയ്തിട്ടുള്ളൊരു തെറ്റുകൊണ്ട് വണ്ടിയുടെ മുകളിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അടിച്ചിട്ട് പോലും ഉണ്ട്. പക്ഷേ വിത്തിൻ 5 minutes നേരത്തെ ഫസ്റ്റ് ചോദിച്ച ആ സിമ്പതി എന്നുള്ളത് ഐ ചേഞ്ച്. ഐ എം എ വെരി ഇമോഷണൽ പേഴ്സൺ. അടിച്ചിട്ടുള്ളവരുടെ അടുത്ത് ഞാൻ പോയിട്ട് കവള തൊട്ടിട്ട് ഐ എം സോറി കേട്ടോ. പിന്നെ അവൻ അതിന്റെ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മിഠായി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു 1000 ആ സമയത്ത് എല്ലാം ചെയ്യും. ഇനി ക്ലബ് എഫ്എംഎൽ സ്റ്റാർ ജാമിൽ ഒരു ബെറ്റിന്റെ റൗണ്ടാണ്. ഞാനും നമ്മളുടെ മേജർ രവിയും തമ്മിലുള്ള ശക്തമായ ഒരു ബെറ്റ്. എനിക്ക് തോന്നുന്നു പാഞ്ഞു വരുന്ന വെടിയുണ്ടെങ്കിൽ അതിസമർത്ഥമായി നേരിടുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് എന്റെ ചെറിയ പന്തയത്തിൽ? സർ, എങ്ങനെ? സുബു, വെടി വരുന്നതും ബുള്ളറ്റ് തടുക്കുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഐ എം യൂസ് ടു ഇറ്റ്. പക്ഷേ ഈ ബെറ്റ്, ലോട്ടറി, ഇതൊന്നും ഞാൻ ഒരിക്കലും യൂസ് ടു അല്ല. ചെറുതായി ഭയപ്പെട്ടിരിക്കുന്നു. കുറച്ച് ഭയമുണ്ട്, കാരണം ഇതൊന്നും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളാണ്. ബട്ട് സ്റ്റിൽ ദ ചാലഞ്ച് വിൽ ബി ടേക്കൻ. ഓക്കെ. അതിന് മുൻപ് ഏറ്റവും കൂടുതൽ സർവീസ് ചെയ്ത് എവിടെയാണ്? ഒരു പട്ടാളക്കാരൻ എന്ന നിലയ്ക്ക് പഞ്ചാബിലാണോ കാശ്മീരിലാണോ? 2 സ്ഥലത്തും കൂടിയായിട്ടാണ്. കാരണം ഞാൻ സർവീസ് ചെയ്തിരുന്ന സമയത്ത് മിലിറ്റൻസി ഏറ്റവും അധികം ബിൽഡ് ചെയ്തിരുന്നത് 88, 89 ഇതിലൊക്കെ പഞ്ചാബും കാശ്മീരും ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ടെററിസത്തിന്റെ ഉത്ഭവം ആ വർഷങ്ങളിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കമാൻഡോസിൽ ഇരുന്നിരുന്ന ഡൽഹിയിലായിരുന്നെങ്കിൽ കൂടെ എപ്പോഴും ഒരു എയർക്രാഫ്റ്റ് റിസർവിൽ അവിടെ ഇരിക്കും. ഏത് സമയത്തും എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് ജമ്മു, ശ്രീനഗർ എയർപോർട്ടിൽ ഇറക്കി വിടും, അല്ലെങ്കിൽ ജലന്ധർ എയർപോർട്ടിൽ, അമൃത്സർ എയർപോർട്ടിൽ. അപ്പം 2 സ്ഥലത്തും ഈക്വൽ ആയിട്ടായിരിക്കും സർവീസ് ചെയ്തിരിക്കുന്നത്. മേജർ രവി എന്ന് പറയുമ്പോഴേക്കും മലയാളികളുടെ മനസ്സിലേക്ക് വരുന്നത് കാശ്മീരിന്റെ സുന്ദരമായ ദൃശ്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ കാശ്മീരിനെ ഉപയോഗിച്ച് മലയാള സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറാണ് എന്റെ മുൻപിൽ. അതുകൊണ്ടാണല്ലോ ആൾക്കാർ പറയുന്നത് കാശ്മീർ സ്വന്തമായിട്ടുള്ളൊരു മേജർ. സത്യം. അപ്പൊ കാശ്മീരുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ. ഒന്ന്, കാശ്മീരിലെ ആപ്പിൾ. ഷോപ്പിയാൻ. അവിടുത്തെ ആപ്പിളാണ് ഏറ്റവും സുന്ദരമായത്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ്, വേൾഡ് ഫേമസ് ആണ്. കാശ്മീരിലെ കാലാവസ്ഥ. കോൾഡ്. കാശ്മീരിലെ ഇന്ത്യൻ മിലിറ്ററി. ടഫ്. കാശ്മീരിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ സ്പോട്ട്. ഡൽ ലേക്ക്. കാശ്മീരിലെ പെണ്ണുങ്ങൾ. ബ്യൂട്ടിഫുൾ. ഓക്കെ. അപ്പൊ നമ്മൾ നേരെ ബെറ്റിലേക്ക് ചാടിക്കിടക്കുന്നു. ഞാൻ താങ്കൾക്ക് നല്ലൊരു പാട്ടിന്റെ കഷ്ണം കേൾപ്പിച്ചു തരും. ഏത് പാട്ടാണ്, ആരാണ് എന്ന് തിരിച്ചറിയണം. റെഡി? കേൾക്കാം. മുണ്ടിൻ തലപ്പെടുത്തു പൊക്കിക്കുത്തി തുണ്ടൊന്നെടുത്തു തലയിൽ ചെട്ടി. സാറിനെ ഒരുപാട് റിലേറ്റ് ചെയ്യുന്നൊരു സിനിമയാണ്, സാറിന്റെ ലൈഫുമായി ബന്ധപ്പെട്ടൊരു സിനിമയാണ്. പെട്ടെന്ന് പറഞ്ഞോളൂ. തോറ്റെങ്കിൽ സാധാരണ നിങ്ങൾ തോൽക്കുന്ന പോലൊന്നും പറയണ്ട. ഞാനിന്ന് സാറിനെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് സുബു എന്തും ചെയ്യാം, കാരണം ഇവിടെ സുബുവിന്റെ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഞാനാണ് മേജർ. കറക്റ്റ്. ഇവിടെ സുബു ഇസ് ദ മേജർ ആൻഡ് ഐ ആം എ മൈനർ ഔട്ട് ഹിയർ. പാട്ട് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടിയില്ല. നായർ സാബ് എന്ന് പറയുന്ന പറഞ്ഞ പാട്ടാണ്. ആദ്യമായി മലയാളികൾ പെട്ടെന്ന് കാശ്മീരും അതുപോലെ തന്നെ പട്ടാളവും ഒക്കെ കണ്ടൊരു സിനിമയാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് വളരെ പെട്ടെന്ന് പരാജിതനായ ഒരു സിറ്റുവേഷൻ ആണ്. അദ്ദേഹം എന്ത് ചെയ്യും? ശരിക്കും മേജർ മഹാദേവനിൽ എത്രമാത്രം മേജർ റിവ്യൂ ഉണ്ട്? പെർസെന്റേജ് കണക്കിൽ പറയും, കേൾക്കട്ടെ. പെർസെന്റേജിൽ കണക്കിന് 90 to 100% he is the. ശരിക്കും മേജർ മഹാദേവൻ അദ്ദേഹത്തിന്റെ ബഡ്ഡീസിന്റെ അടുത്ത് വളരെ കൂളാണ്, വളരെ കാമാണ്, വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. മേജർ രവിയും അതുപോലെ തന്നെ ആയിരുന്നു. ബിക്കോസ് ഈവൻ കിഡ്ചക്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള മഹാദേവന്റെ ബഡ്ഡി എന്ന് പറയുന്നത് എൻ്റെ ബഡ്ഡി അനിൽകുമാറാണ്. അപ്പൊ ആ അനിൽകുമാർ ഇന്നും അത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവൻ വിളിച്ചില്ലെങ്കിൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ അവന് പിന്നത്തെ വിളിയിൽ അവന് തെറി കിട്ടും. എൻ്റെ അടുത്തിന് ഒരു പോറിൽ തട്ടുക എന്ന് പറയുന്നത്. സോ ഐ യൂസ് ടു പ്രൊട്ടക്ട് ദം ലൈക്ക് നമ്മുടെ നാട്ടിൽ ഈ കോഴി കുട്ടികളെ വിരിച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യില്ല, പരുന്നതിനെ കണ്ട അതുപോലെ തന്നെ ആയിരിക്കും അവരും. സർ വല്ലപ്പോഴും ഞങ്ങളൊന്നും മുന്നേ പോട്ടെ, ഞാൻ പറഞ്ഞില്ല, ഞാൻ പോയതിനു ശേഷം നിങ്ങൾ. അപ്പൊ അതൊരു സ്നേഹം, ബന്ധം, ഒരു ബോണ്ടിങ് ആണ്. ഐ ബിലീവ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ പീപ്പിൾ ഹൂം ഐ കമാൻഡ് ആൻഡ് അവരുടെ പ്രോബ്ലംസിനെ മുഴുവൻ സോൾവ് ചെയ്തിട്ട് അപ്പോഴാണ് നമ്മളൊരു ഓപ്പറേഷൻ പോകുമ്പോൾ
ഏകാഗ്രമായിട്ടുള്ള ഒറ്റ ചിന്തയിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തിന് മനസ്സിൽ പ്രയാസം ഉണ്ടെങ്കിൽ അവൻ ഡിസ്റ്റർബ് ചെയ്യും, എല്ലാവരും ഡിസ്റ്റർബ് ആവും. അങ്ങനെ അവന് പ്രശ്നം ഉണ്ടെങ്കിൽ നീ വരണ്ട, നീ ഇവിടെ ഇരിക്കും. ദിസ് ഇസ് വാട്ട് ഇസ് മേജർ രവി ആൻഡ് മഹാദേവൻ ഓൾസോ തകർന്നു. അപ്പൊ എന്തായാലും മേജർ രവി ക്യാമ്പുകളിൽ തന്റെ ബഡീസിന് പാടിക്കൊടുക്കുന്ന ഒരു പാട്ട് ഇപ്പോ സുബുവിനെ ക്ലബ് FM സ്റ്റാർ ജാമിൽ കേൾക്കണം. നമ്മളിപ്പോ കാശ്മീരിലാണ്, ഏതോ ക്യാമ്പിലാണ്. ഞാൻ സാറിന്റെ ബഡ്ഡിയാണ്, കേൾക്കട്ടെ. ഇതിപ്പോ പണിഷ്മെന്റ് ആണ്. ഇത് പണിഷ്മെന്റ് ആണ്, പക്ഷെ സ്നേഹത്തോട് ഞാൻ പറഞ്ഞത്. എനിവേ, പട്ടാള ക്യാമ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു നോസ്റ്റാൾജിയ പോലെ സുബു ചോദിച്ചപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിനകത്ത് വരുന്ന ജീനായ മരണായ ഇസ്കേ സിവാ ജാനാ കഹാ. ഇതെല്ലാ പട്ടാളക്കാരൻ്റെയും മനസ്സിലുണ്ടായിരിക്കും. ഇനി ക്ലബ് FM സ്റ്റാർ ജാമിലേക്ക് 47 ടൈമാണ്. ഒരു പക്ഷേ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് അല്പം നാണം തോന്നിയിട്ട് AK-47 പറയുന്ന ഒരു ടൈമാണിത്. കാരണം AK-47 ഇടയിൽ കിടന്നുറങ്ങുന്ന ഒരാളോട് ഞാൻ എന്ത് AK-47 സാർ റെഡി? ശരിക്കും അതിന് മുന്നേ 2 ചോദ്യങ്ങളുണ്ട്. AK-47 ബുള്ളറ്റിന്റെ വെയിറ്റ് എത്രയാണ്? ബുള്ളറ്റിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് അബൌട്ട് 10.2 grams. ഒരു AK-47 തോക്കിന്റെ വെയിറ്റ് എത്രയായിരിക്കും ഏറെക്കുറെ? ദാറ്റ്സ് അബൌട്ട് 3.2 kgs. റിയൽ ലൈഫിൽ സോൾജിയർ ആയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഗൺ ഏതാണ്? MP5. AK-47 എത്ര ബുള്ളറ്റ് ലോഡ് ചെയ്യാൻ പറ്റും? അതിനകത്ത് 25-30 കയറും. പക്ഷേ 25 ഇട്ട് കഴിഞ്ഞാൽ നോ ടെൻഷൻ. അപ്പൊ ജനറലി ഞങ്ങൾ ഓപ്പറേഷൻ മുമ്പ് 25 ലോഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു 3 മാക്സിൻ ലോഡ് ചെയ്ത് കയ്യിൽ അതിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. 90-75 റൗണ്ടിലൊക്കെ നമുക്ക് ആ ഓപ്പറേഷൻ ഫിനിഷ് ചെയ്യാം. അപ്പൊ AK-47 നമ്മൾ ചാടിക്കിടക്കാണ്. പട്ടാളക്കാർ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടത് ആരെയാണ്? ഇനി എല്ലാം വളരെ ഷാർപ്പായിരിക്കണം. പട്ടാളക്കാരെ എന്തുകൊണ്ടാണ് ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഒരു മാച്ച് വിൻ ചെയ്ത കോടികൾ സർക്കാർ കൊടുക്കുന്നു, പക്ഷെ ഒരു ജവാൻ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചാൽ ഒന്നും കൊടുക്കുന്നില്ല? എന്താണ് പ്രശ്നം? മേജർ രവിയുടെ ഒറ്റ വാക്ക് കമന്റാണ് കേൾക്കേണ്ടത്. സ്പോൺസേഴ്സ്, ഫിലിം, മിലിറ്ററി ഏറ്റവും ബഹുമാനം താങ്കൾ കിട്ടിയത് എന്നാണ്? ഈ ചോദ്യത്തിന് ഒറ്റയിൽ പറയാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് ബഹുമാനം കിട്ടിയത് മിലിറ്ററിയിൽ തന്നെയാണ്. ഞാൻ അറിയുന്നത്, പബ്ലിക് എന്നെ അറിഞ്ഞിട്ട് അവർ ബഹുമാനിച്ചിരുന്നത് അതേ മിലിറ്ററിക്കാരനെ ബഹുമാനിച്ച് ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമാണ്. പാക് ഭീകരർ, ഇന്ത്യൻ പൊളിറ്റീഷ്യൻ. ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ഭീഷണി ആരാ? ഇന്ത്യൻ പൊളിറ്റീഷ്യൻ മോദി, രാജീവ് ഗാന്ധി. മേജർ രവിയെ ഏറ്റവും അട്രാക്ട് ചെയ്ത പ്രൈം മിനിസ്റ്റർ ആര്? എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ള പേഴ്സണാലിറ്റി വൈസ് രാജീവ് ഗാന്ധി ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഒരു വിഷൻ വെച്ച് നോക്കുമ്പോൾ നരേന്ദ്രമോദി ഐ റിയലി അഡ്മയർ. പ്രിയദർശൻ, മോഹൻലാൽ. താങ്കൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് സിനിമയിൽ ആരോട്? മോഹൻലാൽ. വൈഫ്, ഫ്രണ്ട്സ്. മേജർ രവിയെ ഏറ്റവും സഹിക്കുന്നത് ആരാണ്? വൈഫ്. മോഹൻലാൽ, പൃഥ്വിരാജ്. പട്ടാളക്കാരനാവാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ആര്? പട്ടാളക്കാരനാവാൻ ബുദ്ധിമുട്ടിയത് രണ്ടുപേരെയും ഐ ഡിഡ്ന്റ് ഫൈൻഡ് എനി ഡിഫിക്കൽട്ടി ഇൻ ദാറ്റ്. ബിക്കോസ് ഒന്ന് സയൻസ് സ്കൂൾ പ്രൊഡക്റ്റ് പൃഥ്വിരാജ്, മോഹൻലാൽ ഒരു ബൈ ബർത്ത് സോൾജർ ആണ്. ദാറ്റ് ഈസ് വൈ ഐ ഡിഡ്ന്റ് ഫൈൻഡ് എനി ഡിഫിക്കൽട്ടി ഇൻ ബോത്ത് ഓഫ് ദം. ഗൺ, വൈഫ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടതേത്? കണ്ണ്. യെസ് സർ, പറയൂ. സ്റ്റേറ്റ് അവാർഡ്. സാറിന്റെ ഒറ്റ വാക്ക് കമന്റ്. അർഹതയുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നസെന്റ്. I really pray for him to be stronger and longer. രാധേമ നോ കമന്റ്സ്. എന്താണ് പട്ടാളക്കാർക്ക് ആൾ ദൈവങ്ങളുടെ അടുത്ത് ചെറിയ പേടിയുണ്ടോ? പേടിയല്ല, ആൾ ദൈവം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പുച്ഛമാണ്. ബിക്കോസ് വി ഓൾ ലിവ് ഇൻ ബിലീഫ് ഓഫ് ഗോഡ്. സോ അതൊരു മനുഷ്യന് വേണ്ടിയിട്ട് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സൂപ്പർ, ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. പ്ലാസ്റ്റിക് ഫ്ലാഗ് ഇറ്റ് ഷുഡ് ബി ബാൻഡ് ഫോറെവർ. ആഷസ് പരമ്പര. ഓസ്ട്രേലിയ. ഓക്കേ, ഫുഡിലെ മായം. എവരിവൺ ബിക്കംസ് കൊമേഴ്ഷ്യലൈസ്. അപ്പൊ ഈ പഴയ സാധനം അവൻ അത് കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയാതെ അതിനെ പിന്നെയും വിൽക്കാൻ നോക്കുന്ന സമയത്ത് അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ചീഞ്ഞളിഞ്ഞിരിക്കുന്ന ഡെമോക്രസി എന്ന് പറയുന്നത്. ഇതിനെ കറക്റ്റായിട്ട് കണക്ട് ആക്കാം. കാരണം ഇതിനൊന്നും ഒരു ആക്ഷനും ആരും എടുക്കുന്നില്ല. ഭീകരരെ തീറ്റിപ്പോറ്റുന്ന ഇന്ത്യയിലെ നിയമം. ഇറ്റ്സ് ഞാൻ ആ വേർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സുബൂനെ പറയും, അയ്യോ സാറേ ഒന്ന് കട്ട് ചെയ്തിടണമെന്നുള്ളത്. 300 ആൾക്കാരെ കൊന്നിട്ടുള്ള ഭീകരനെ വധിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടിയിട്ട് ഓശാന പാടാൻ വേണ്ടിയിട്ട് ഇവിടെ ലോകം മുഴുവൻ അതെന്താ വെച്ചാൽ ആ വോട്ടിന്റെ പേരിൽ പുറകിൽ നടക്കണം. സോ ഇവിടെ യാതൊരു വിധത്തിലുള്ള സിമ്പതി ടുവേഴ്സ് എ നോർമൽ ഇന്നസെന്റ് പീപ്പിളിനോട് യാതൊരു സിമ്പതി ഇല്ലാത്ത, എന്നിട്ട് കസബിനെ പോലുള്ള ഒരുത്തന്നെ ജയിലിലിട്ട് 21 കോടി എന്നെ പോലുള്ള ആൾക്കാരും സുബുവിനെ പോലുള്ള ആൾക്കാരും സുബുവിന്റെ ഒക്കെ ശമ്പളത്തുനിന്ന് പോലും ഇൻകം ടാക്സ് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഈ കാശായിരുന്നു ബിരിയാണി അടിച്ചിട്ട് അവൻ ചത്തുപോയത്. അപ്പം ഈ 21.5 കോടി ചെലവാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? 36 രൂപ ഒരൊറ്റ ബുള്ളറ്റ് അത് അന്നത്തെ ആദ്യ ദിവസം ചെലവാക്കിയ പോരെ. വെറും 36 രൂപ അല്ലേ? വെറും 36 രൂപ. 21 കോടി ഏതെങ്കിലും പാവങ്ങൾ കൊടുത്താൽ മതി. ഇനി ക്ലബ് FM സ്റ്റാർ ജാമിൽ ജാം ജ്യൂസറിന്റെ ടൈമാണ്. ജീവിതത്തിൽ ആദ്യമായി ഒരു പട്ടാളക്കാരനുമായി ഞാനൊരു ജാം ജ്യൂസർ സെഗ്മെന്റിൽ. സർ റെഡി? റെഡി. രാജ്യസ്നേഹമുള്ള പട്ടാളക്കാർ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നില്ല? രാജ്യസ്നേഹമുള്ളതുകൊണ്ട്.
സുബു let us elaborate it. നീ അങ്ങനെ ഷോർട്ട് കട്ട് അടിച്ചിട്ട് പോലെ. രാജ്യസ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ രാഷ്ട്രീയത്തിലുള്ള ഏതെങ്കിലും ഒരാളുടെ മക്കള് പട്ടാളത്തിലുണ്ടോ? അത് നല്ലൊരു കച്ചവട സെഗ്മെന്റ് ആണത്. അപ്പൊ അതെങ്ങനെ വെച്ചാൽ അതിലും പട്ടാളക്കാരന് അങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് സോറി, രാഷ്ട്രീയക്കാരെ കുറ്റം പറയുന്നത് പട്ടാളക്കാരുടെ ഒരു ഹോബിയാണ്. അതിനോടും ഞാൻ യോജിക്കുന്നില്ല. ഞാൻ രാഷ്ട്രീയക്കാരെ കുറ്റം പറയാനുള്ള, നല്ലവരും ഉണ്ട് ചീത്തരും ഉണ്ട്. ചീത്തയാണ് നമ്മൾ അധികം കാണുന്നത്, നല്ലവരെ വളരെ തെരഞ്ഞു പിടിക്കണം. ആ ചീത്ത പറയുന്നതിനോടും എനിക്കത് താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ പട്ടാളക്കാർ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് നിങ്ങൾ മാത്രം ചോദിക്കുക, നിങ്ങളോട് മാത്രം. മറ്റുള്ളവർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ എന്ത് ചെയ്തു, ഗവൺമെന്റ് എന്ത് ചെയ്തു, അത് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. മലയാളി മുഖ്യമായും മിസ്യൂസ് ചെയ്യുന്ന ഒരു ഫ്രീഡം എന്താണ്, ഒരു സ്വാതന്ത്ര്യം എന്താണ്? സ്പീച്ചിന്റെ മുകളിൽ എന്തും ആരോടും എങ്ങനെയും സംസാരിക്കാം എന്നുള്ളൊരു തോന്നല്, അത് ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നിടത്ത് പലപ്പോഴും കാണുന്നതാണ്. അത് ബിക്കോസ് ഇംഗ്ലീഷ് പോലും എഴുതാൻ അറിയാത്തവന്മാർ മംഗ്ലീഷിൽ എഴുതിയിട്ട് മലയാളത്തിനെ പോലും കൊല വിളിച്ച് നാണിച്ചു പോകുന്ന രീതിയിലുള്ള ലാംഗ്വേജുകൾ എഴുതുന്നത്, അത് ഫ്രീഡം കൊണ്ടാണ്. പട്ടാളത്തിൽ ഉണ്ടായിരുന്നപ്പോൾ കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ഫ്രീഡം എന്താണ്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ശ്വാസം വിടാനുള്ള, ചിലപ്പം അങ്ങനെ പോലും തോന്നും. ആരും ഒന്നും അറിയാതെ ശരിക്കും നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിങ്ങളെപ്പോലുള്ള സിവിലിയൻസ് ഒക്കെ അടിച്ചു പൊളിക്കുന്ന കാണുന്ന സമയത്ത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മേജർ രവി കണ്ടിട്ടുള്ള ഏറ്റവും സ്വാതന്ത്ര്യം ആസ്വദിക്കുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഫ്രീഡം അനുഭവിക്കുന്ന ഒരു മലയാള നടനാരാണ്? അങ്ങനെ ഒരു നടനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ആലോചിക്കണം. ഓക്കെ, എങ്കിൽ കൂടിയും മേജർ രവിക്ക് തോന്നി മമ്മൂട്ടി, മോഹൻലാൽ, ഇതിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം, ഒന്നിനെയും ഭയപ്പെടാതെ ഒന്നിനെയും കൂസാതെ ജീവിതത്തെ ആസ്വദിക്കുന്ന നടനാരാണ്? അത് മോഹൻലാൽ. മോദി പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ട് മേജർ രവിക്ക് എന്താണ് ഗുണം? എനിക്ക് എന്തോ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ദിസ് കൺട്രി വിൽ ഗോ ഇൻ ടു എ വിഷണറി പ്രോസ്പെരിറ്റി. അതുകൊണ്ട് അതിൽ 120 കോടി ജനങ്ങളും 130 കോടി ജനങ്ങളിലുള്ള ഒരു പാർട്ടി എനിക്കും കിട്ടും. ഈ അടുത്ത് ഞാൻ കേട്ട ഒരു വിവാദമാണ് മോദിയുമായി ബന്ധപ്പെട്ട്, അത് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ ഏർപ്പെടുന്ന ഒരു സംവിധായകൻ. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയാൽ എനിക്ക് നല്ല സിനിമകൾ. സുബിനും കൂടെ അറിയാൻ വേണ്ടി പറയാണ്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്തും ആർക്കും എന്തും പറയാം. അപ്പൊ ഞാൻ അവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ വോയിസ് നിങ്ങൾ എവിടെയെങ്കിലും എടുത്തിട്ട് ഇതിനകത്ത് എന്താ ഇടാത്ത? അപ്പൊ അതിന് ഉത്തരമില്ല. അപ്പൊ പല മുസ്ലിം ഫ്രണ്ട്സും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സോറി സർ, ആ സാറ് ചോദിച്ച ചോദ്യത്തിന് ഇവിടെ ആർക്കും ഉത്തരവില്ല എന്നുള്ളത്. പക്ഷേ എന്നെ കോൺട്രവേഴ്സിയിലും തെറി വിളിക്കാനും വേണ്ടി മാത്രമുള്ള ആ മംഗ്ലീഷ് എഴുതുന്ന ആൾക്കാർ അവർ കുറെ കാലം ഇരുന്ന് എഴുതി, കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ക്ഷീണിച്ചു, വേറൊരു ടോപ്പിക് ഇട്ടപ്പോൾ അവർ പോയി. പിക്കറ്റ് 43 മൂവിലെ പോലെ ഇന്ത്യൻ സൈനികരും പാക് സൈനികരും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? പട്ടാളക്കാർ തമ്മിൽ വലിയ ശത്രുതയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന സമയത്ത് താഴത്ത് ഭരിക്കുന്ന ഗവൺമെന്റും മുകളിൽ അപ്പുറത്തിരിക്കുന്ന ഗവൺമെന്റും പറയുന്ന സമയത്ത് കാഞ്ചി വലിക്കും. ഈ 8 മാസം ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാപ്പാടും ഷെയർ ചെയ്തിരുന്നവർ നമ്മൾ തമ്മിൽ ആദ്യം വെടിവെച്ച് ചെയ്യാവുമായിരിക്കും. സോ ഇതൊന്നും നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യങ്ങളാണ് ഞാൻ പബ്ലിക്കിൽ ഇങ്ങനെ കൊണ്ടുവന്നത്. ഇങ്ങനൊരു അവസ്ഥയുണ്ട്. അവിടെ അവനെ മരിക്കാൻ സമ്മതിക്കാതെ, അവിടെ അവനെ സുഖമില്ലാതെ കിടക്കാൻ സമ്മതിക്കാതിരിക്കുന്ന ഇന്ത്യക്കാരൻ. അതേപോലെ തന്നെ പാകിസ്ഥാനി പട്ടാളക്കാരൻ ഇന്ത്യക്കാരന് വേണ്ടി മരുന്ന് കൊണ്ടുവന്ന് കൊടുക്കും. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ടെററിസം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, സംഭവിച്ചു. അത് ഞാൻ കീർത്തിക്കരയിൽ കാണിച്ചിട്ടുണ്ട്. കുരുക്ഷേത്രയ്ക്കകത്ത് അവർ ചീറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് അതിന്റെ വേറൊരു വശമാണ് പിക്കറ്റ് 43 കാണിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് വാട്ട്സ്. അപ്പൊ നമ്മൾ ചില സത്യങ്ങൾ വരുന്ന സമയത്ത് ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. പബ്ലിക്കിന് നമുക്ക് കൊടുക്കേണ്ടത് എന്താണ്? നമുക്കും ചില കടപ്പാടുകളും കടമകളൊക്കെ ഉണ്ട്. അല്ല വെറുതെ അവരെ കുറെ ചിരിപ്പിച്ചു അങ്ങോട്ട് വിട്ടു 2 മണിക്കൂർ, അവരെ ചിന്തിക്കാൻ കൂടെ വിടൂ. അങ്ങനെയുള്ള സിനിമകൾ എടുക്കുന്നതിലാണ് മേജർ രവിക്ക് ഇൻട്രസ്റ്റ്. സൂപ്പർ മാൻ, സൂപ്പർ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് കുറെ പറഞ്ഞിട്ടുണ്ട് പട്ടാളത്തിൽ അല്ലേ? യെസ്. എങ്കിൽ പറയൂ, മേജർ രവിയുടെ രാഷ്ട്രീയ നിലപാട് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? സെന്റർ ആണ്. സെന്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ വരികൾ കിടകളെ വായിക്കണം. സെന്റർ ആണ്. സ്റ്റാർ റേറ്റിംഗ്. ഇനി ക്ലബ് എഫ്എംഎൽ സ്റ്റാർ ജാമൽ സ്റ്റാർ റേറ്റിംഗിന്റെ ടൈമാണ്. ഒരുപാട് പട്ടാള സിനിമകൾ നമ്മൾ മലയാളികൾ കണ്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥ പട്ടാള സിനിമകൾ ഉണ്ടാക്കിയ മനുഷ്യനാണ് എന്റെ കൂടെ, അത് മേജർ രവിയാണ്. അദ്ദേഹത്തിന് മുൻപിലേക്ക് ഞാൻ മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുള്ള എനിക്കിഷ്ടമുള്ള ചില പട്ടാള സിനിമകൾ കൊടുക്കുന്നു. സർ, എല്ലാത്തിനും സാർ പട്ടാമ്പിയിലെ സാധാരണക്കാരനായ കൈലിമുണ്ടെടുത്ത് പാടത്തിടക്കുന്ന രവിയായിട്ട് മാർക്കിടണം. നായർ സാബ്, ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കൊടുക്കുന്നു താങ്കൾ ആ ഒരു സിനിമയ്ക്ക്? 8 മാർക്സ്. സൈന്യം 6. എവിടെയാണ് സൈന്യത്തിന് ഒരു 2 മാർക്ക് കുറഞ്ഞ നായർ സാബ്? കാരണം സൈന്യത്തിനകത്ത് നമുക്ക് ആ ഒരു നായർ സാബിന്റെ ഒരു കിക്ക് അല്ല കിട്ടിയത്. ഓക്കെ, എങ്കിൽ അടുത്തത് പട്ടാളം. 3 പോയിന്റ്സ്. സാധാരണ പട്ടാളക്കാരെ കളിയാക്കിക്കൊണ്ട് സിനിമ ചെയ്യുമ്പോൾ, കോമഡി സ്കിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ താങ്കൾക്ക് ഒരു സങ്കടം വരാറുണ്ട്? നമുക്കൊരു ഉള്ളിന്റെ ഉള്ളൊരു വിഷമം ഉണ്ടായിരിക്കും. താങ്കളുടെ സിനിമാ ഗുരു മേഘം, പ്രിയദർശൻ എത്ര മാർക്ക് കൊടുക്കുന്നു? മറ്റൊരു പട്ടാള സിനിമയാണ്. മേഘത്തിനകത്തും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 6 പോയിന്റ്സ് എന്നുള്ള ഒരു ലെവലില്. കാരണം അതിനകത്തൊരു കൊമേഴ്ഷ്യൽ എലിമെന്റുകളും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. സലാം കാശ്മീർ 2 മാർക്ക്. എവിടെയാണ് 2 മാർക്ക്? മൊത്തത്തിൽ സലാം കാശ്മീർ മേജർ അതിലും ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, ജോഷേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കഥയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ
എടുത്തിട്ട് പൊലിപ്പിച്ചു കഴിഞ്ഞാലും അതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മേൽവിലാസം എത്ര മാർക്ക് കൊടുക്കും? നമ്മുടെ അടുത്ത സിനിമയാണ്. I'll give about 7 marks for that. അടുത്ത വാർ ആൻഡ് ലവ്, വിനയന്റെ ഒരു യുദ്ധ സിനിമയാണ്. 3 marks, 4 marks ആ ഒരു ലെവലൊക്കെ തന്നെ. ഓക്കെ, ലാസ്റ്റ് മൂവി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്, പക്ഷെ താങ്കൾ എന്ന മാർക്ക് എനിക്കറിയണം. കാണ്ടഹാർ. പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ I'll keep 8 marks. പക്ഷെ ഓഡിയൻസ് ഇത്രയും മാർക്ക് കൊടുക്കാൻ ഒരിക്കലും സാധ്യതയില്ല. ഇവർ വാച്ച് നോക്കലും മൊബൈലിൽ കൂടെ മെസ്സേജ് അയക്കലും തുടങ്ങിയത് എപ്പോഴാണെന്ന് തന്നെ മോഹൻലാലും അമിതാഭ് ബച്ചനും ഇല്ലാത്ത കുറേ സമയം, ഒരു 1.5 മണിക്കൂർ ഇത് വന്നു. ഈ സമയത്ത് ആരാണ് അവിടെ ഹോൾഡ് ചെയ്യുന്നത്? ഒരു സാധാരണക്കാരൻ, ഒരു നടൻ. അവനെ കണ്ടിട്ട് പോലും ഇല്ല അവിടെ. അവന് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാൻ പറ്റിയില്ല. അപ്പൊ അതിനകത്ത് തെറ്റ് എന്റേത്. ബിക്കോസ് ഐ ഷുഡ് ഹാവ് ബീൻ തോട്ട് അബൌട്ട് ഇറ്റ്. നമ്മളത് ആലോചിക്കണം. വലിയ 2 നടന്മാര് കയ്യിൽ വന്നു. ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, കൂട്ടത്തിൽ പേടി എന്ന് പറയുന്നത് രണ്ടുപേരെയും കൂടെ ഒരു ഫ്രെയിമിൽ വെച്ച് നിർത്തിക്കൊണ്ട് അത് ഇറ്റ്സ് എ ബിഗ് ടെൻഷൻ. അപ്പൊ ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ഓഡിയൻസ് എന്ത് കൊടുത്തു എന്നുള്ളത് നമുക്കറിയാം. ബട്ട് ഫോർ മീ ഇറ്റ്സ് എ ഫിലിം ടു മൈ ഹാർട്ട്. എന്താണ് പട്ടാളക്കാരെല്ലാം ഇപ്പോഴും വെൻ ഐ വാസ് ഇൻ ഡെറാഡൂൺ എന്ന് പറഞ്ഞൊരു കഥ തുടങ്ങുന്നത്? കേൾക്കട്ടെ. സുബു, ഈ പ്രോഗ്രാം കേൾക്കുന്ന ഓരോരുത്തരും ഇനിയെങ്കിലും ഈ പട്ടാളക്കാരൻ വെൻ ഐ വാസ് ഇൻ ഡെറാഡൂൺ എന്ന് പറയാൻ തുടങ്ങുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് അവർക്ക് വിട്ടുകൊടുത്തേക്ക്. ഇത് പട്ടാളത്തിൽ ഇരുന്ന് പല ബങ്കറിലും മാസങ്ങളോളം ഒറ്റയ്ക്കിരുന്ന് ഒരാളോടും സംസാരിക്കാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ എല്ലാം കൂടെ പെൻഷന് വന്നിട്ട് ഇപ്പൊ വല്ലവരെയും കിട്ടുമ്പോൾ ആ പറഞ്ഞത് തന്നെ അവന് പറയാനുള്ളൂ. കാരണം അവൻ ലോകം കണ്ടിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ലോകം കണ്ടു, ലോകം വളർന്നു, ടെക്നോളജി വളർന്നു. അവനിതൊന്നും അറിഞ്ഞില്ല. അവൻ ആ ബങ്കറിൽ ഇരിക്കുകയായിരുന്നു. നിർബന്ധിത പട്ടാള സേവനം എന്താണ് താങ്കളുടെ കമന്റ്? കമ്പൽസറി ആയിട്ട് പട്ടാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ശിക്ഷ എടുത്തു. നേരെ മറിച്ച് ഇന്ന് അതിലേക്ക് 6 മാസം ട്രെയിനിങ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാണെന്ന് നമ്മുടെ കേരളത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും. പക്ഷെ ഗവൺമെന്റ് അതിനൊന്നും സമയമില്ല, നേരമില്ല. നാട് നേരെയാക്കണം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങണം. മേജർ രവിക്ക് പട്ടാള ജീവിതം നൽകിയ ഒരു ഗുണം എന്താണ്? ഞാൻ അറിയാതെ എന്റെ ഉള്ളിലുള്ള ദേശസ്നേഹി അത് ബ്ലഡിനകത്തോട്ടൻ കയറി. അത് ഇനിയിട്ട് മാറൂല്ല. എന്താണ് താങ്കൾക്ക് തന്നൊരു ദോഷം? എനിക്ക് എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ, മകൻ എന്നൊക്കെ ഉള്ളത് ഐ ഓൾവേസ് ഗേവ് എ സെക്കൻഡ് പ്രയോറിറ്റി എന്നുള്ളൊരു തോന്നലുണ്ട്. അത് എന്റെ ദോഷമാണോ അതോ അതായിരിക്കാനാണോ വഴി? ശബ്ദം അല്ലേ? ക്യാമറ, ഗൺ ഏറ്റവും ഈസി ആയിട്ട് താങ്കൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഏതാണ്? അത് ഗണ്ണാണ്. സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം എവിടെ പോയി എന്ന് ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ എപ്പോഴേക്ക് ചോദിക്കാറുണ്ട്. സുഭാഷി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറയണമെങ്കിൽ അതൊക്കെ സുഭാഷിയായിരുന്നു. അപ്പൊ സുഭാഷി എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഇന്ന് ഞങ്ങൾക്ക് ആർക്കുമില്ല. ഓക്കെ സാർ, അപ്പോൾ നമ്മുടെ സ്റ്റാർ ജാം തീരുന്നു. 3 മണിക്കൂർ സാറിന്റെ ഒരു ഫീൽ എന്താണ്? 3 മണിക്കൂർ നമ്മൾ ഒരുമിച്ചാണ്. പറയൂ, എന്താണ് സാറിന്റെ ഫീൽ? It was great feeling. It was a fun being with you and you asked certain questions which touched me and reminded me. ഓന്നേനെ സാർ എനിക്ക് നമ്പർ തന്നെ കേട്ടോ, ടച്ചിലിരിക്കാൻ വേണ്ടി. ആയിക്കോട്ടെ. യെസ് സാർ. അപ്പൊ എന്തായാലും ഇപ്പോ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ഇന്ത്യയിലെ എല്ലാ പട്ടാളക്കാർക്കും വേണ്ടി സാറിന് എന്താണ് പറയാനുള്ളത്? എല്ലാ പട്ടാളക്കാർക്കും വേണ്ടിയിട്ട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ അവനെ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിലും അവഹേളിക്കാതിരിക്കും. സൂപ്പർ സാർ, സൂപ്പർ. ഒരു ബിഗ് സല്യൂട്ടാണ് ഇപ്പോ ഈ ദിവസം ഞാൻ അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത്. ഒപ്പം ടൺ കണക്കിന് ഫണ്ട്. സാറിന്റെ യുക്തിയിലൊന്ന് പറയൂ, കേൾക്കട്ടെ എല്ലാവരും. ടൺ കണക്കിന് ഫണ്ട്